വണ്ടി മാക്സിമം പോളാണ് കേട്ടോ. ഇതിൻ്റെ കമ്മലെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് കത്തണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെക്ക് എഞ്ചിനും കത്തൂലായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് എഞ്ചിൻ്റെ കത്താകത്തോണ്ട് മീറ്ററൊക്കെ ഒന്ന് അയച്ചു നോക്കിയായിരുന്നു. മീറ്റർ അയച്ച് നോക്കിയപ്പോൾ ഉള്ള കണ്ട അവസ്ഥയെന്ന് വെച്ചാൽ ഈ സൈഡാണ് ചെക്ക് എഞ്ചിൻ വന്നത്, കത്തണേ ഇല്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പം നോക്കിയപ്പം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ലേ ഗൈസ്, പേപ്പർ കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് ആ ഹോളിനകത്ത് നിലവിൽ. എന്നിട്ട് ഇവർ ഇൻഡു ഇട്ടിട്ടുമുണ്ട് ഇവിടെ. ജസ്റ്റ് ഇതാ കണ്ടില്ലേ, ചെറിയ രീതിയിൽ ചെറിയൊരു സ്കെച്ചിങ് ആയിട്ട് ഇൻഡു ഇട്ടിട്ടുണ്ട് ഇവിടെ, കത്തൂല എന്ന് പേപ്പർ വെച്ചതായിട്ട്. അപ്പോൾ ഏതാണെന്ന് അറിയാണ്ട് മാർക്ക് ചെയ്തിട്ട് പേപ്പർ വെച്ചതാണ്. ഈ പേപ്പറാണെങ്കിൽ ഇതായിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ചെക്ക് എഞ്ചിന് കത്താതെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കംപ്ലൈൻറ്റ്. സാധാരണ ബൾബാണ് പോണത്, ഇത് ബൾബ് ടൈപ്പ് അല്ല, LED ആണ്. അതുകൊണ്ട് ഒരു പേപ്പർ കയറ്റി വെച്ചിരിക്കുകയാണ് കത്തണാണ്ട്, കത്തി കിടക്കണമുണ്ട്, കത്താതിരിക്കാൻ വേണ്ടി പേപ്പർ കയറ്റി വെച്ചു. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത ഒരു കസ്റ്റമറാണ്. അപ്പം ഇങ്ങനത്തെ കംപ്ലൈൻറ്റൊക്കെ നോക്കി എടുത്തില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഓ, ഇതാണ് ചെക്ക് എഞ്ചിൻ. ഇവിടെ ഇല്ല, ഈ ഒരു ഭാഗത്തില്ല. ബാക്കി എല്ലാ ഐറ്റവും ഉണ്ട്. ചെക്ക് എഞ്ചിനില്ല. ഹീറ്ററുള്ളതൊക്കെ വരെ കത്തിയാണ്, ഓക്കെയാണ്. അപ്പോൾ ചെക്ക് എഞ്ചിന് ഓൾറെഡി കത്തണില്ല. ഇനി നമുക്ക് പേപ്പർ അയച്ചതിന് ശേഷം നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നു. ഓണാകട്ടാ. അങ്ങനെ ചെക്ക് എഞ്ചിന് കത്തി. ഈ ലൈറ്റാണ് നേരത്തെ ഇത്ര ദിവസം ഇല്ലാത്തൊരു ലൈറ്റ്. അതായത് കത്തിയിട്ടുണ്ട് ഗൈസ്, അതുപോലെ അണഞ്ഞിട്ടുമുണ്ട്. മീറ്ററും കൂടെ അയച്ച് അവരെ കംപ്ലൈൻറ്റ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ റിലേ ആയിരുന്നു പോയിരുന്നത്. അതുപോലെ കോമൺ സ്വിച്ചിൽ ഫംഗസ് പിടിച്ചിട്ട് അത് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീറ്ററിൻ്റെ ചെക്ക് എഞ്ചിൻ ലൈനിൽ കത്തില്ലെന്ന് പറഞ്ഞ് അതും കത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഒരാളിനെ വിളിച്ചുകൊണ്ട് കാണിക്കാതെ എടുത്തുകൊണ്ടുള്ള കുഴപ്പമാണ്. വണ്ടി 7ാമത്തെ ഓണർ, 2 ലക്ഷം കിലോമീറ്ററും എഞ്ചിൻ നോയ്സും ഉള്ള എല്ലാ ഒരു കംപ്ലൈൻ്റ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.